ഞാൻ ഈ കഴിഞ്ഞ CPO ലിസ്റ്റിൽ വന്ന ആളാണ്. ഞാനിവിടെ NIPT ട്രെയിനിങ് ഉണ്ടായിരുന്നു, 2 മാസത്തെ ട്രെയിനിങ്. അതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ ഈ ഫിസിക്കൽ പാസ്സാകാൻ കഴിഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് എക്സാം പഠിച്ച് പാസ്സാവാൻ ഭയങ്കര എളുപ്പമാണ്. അത് പക്ഷേ നമ്മൾ ഗ്രൗണ്ടിലോട്ട് ഫിസിക്കലിനാണ് ഏറ്റവും പാടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഒറ്റയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് ഇഞ്ചുറിയും വന്നു. ഞാൻ 100 മീറ്റർ ആദ്യം ട്രൈ ചെയ്തപ്പോൾ തന്നെ തുടയിൽ മസിൽ വെട്ടി 2 മാസം എടുത്തത് മാറാൻ. അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഫിസിക്കൽ ട്രെയിനിങ് ചേരണമെന്ന്. വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അത് ഞാൻ പിന്നെ എടുത്ത് പറയാനുള്ള. പിന്നെ സാറിൻ്റെ ഇവിടെ ചേർന്നത് ഡിസംബറിലാണ്. അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ സാറിനോട് പറയുകയും ചെയ്താണ് ഇനി പാസ്സാവുമെന്ന് സംശയമാണെന്ന്. സാറ് പറഞ്ഞ് ഇനി ഫയർമാനും CPO ഒക്കെ ഇനി മണ്ണുണ്ടല്ലോ, അതിന് മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ചേർന്നത് തന്നെ. പക്ഷെ 2 മാസം കൊണ്ട് എനിക്ക് ഈ 1500 ബോൾ ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റവും വെറുതെ അടിപൊളിയായിട്ട് സെറ്റായി. പിന്നെ അതൊക്കെ സാറിൻ്റെ ഒരു ഇത് തന്നെ. സാറ് പറയണ എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത്. തടി ഉണ്ടായിരുന്നു, ചേരുമ്പോൾ ഒരു 81 കിലോ ഉണ്ടായിരുന്നു. സാറപ്പോൾ സാറിൻ്റെതായ ഇത് റെയിൻകോട്ട് ഇട്ട് അങ്ങനെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് ടെസ്റ്റ് പാസ്സായി. അന്ന് ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ 72 കിലോ എന്ന് 10 കിലോ കുറഞ്ഞ്. അതുകൊണ്ട് തന്നെ എനിക്ക് റോപ്പും ചിന്നപ്പൊക്കെ ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാനും പറ്റി. സാർ എന്ത് പറയണോ അതൊക്കെ ഞാൻ ചെയ്തിരുന്നു. ഇവിടെ രാവിലെ വന്ന് ട്രെയിനിങ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടാണെങ്കിലും വൈകുന്നേരം പുഷപ്പ് എടുക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ പുഷപ്പ് എന്നെ കൊണ്ട് വരുന്ന പോലെ എല്ലാം ചെയ്ത് അങ്ങനെ ബോഡി അതിനോട് ആപ്റ്റ് ആവുകയുണ്ടായി. പിന്നെ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഇഞ്ചുറി വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചെയ്യണതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ എറണാകുളത്ത് എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നില്ല വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന്. നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറേ തപ്പിയതാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് നാപ്റ്റിൽ ഞാൻ ചേർന്നത്. ഇങ്ങനെയാണ് ഹരിസാറിൻ്റെ അണ്ടറിൽ ഞാൻ ട്രെയിനിങ് ഒക്കെ ചെയ്തത്. നിങ്ങൾ എറണാകുളത്ത് ഉണ്ടെങ്കിൽ നാപ്റ്റ് നല്ലൊരു ചോയ്സാണ്. കാരണം വേറെ ഗ്രൗണ്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അത്രയ്ക്ക് നന്നായിട്ട് നമുക്കിവിടെ എല്ലാം ചെയ്യാൻ പറ്റും. കാരണം എനിക്കത് പ്രൂവ് ചെയ്ത് 2 മാസം കൊണ്ടാണ് ഞാൻ എല്ലാം സെറ്റായി എടുത്തത്. പിന്നെ നമ്മൾ ഇവിടെ ഗ്രൗണ്ടിൽ ചെയ്യണതിൻ്റെ ഒരു പകുതി എഫോർട്ട് മതി ടെസ്റ്റിൻ്റെ അന്ന് ചെയ്യാൻ. അതെനിക്ക് നല്ല രീതി മനസ്സിലായി. കാരണം ഞാൻ ഇവിടെ ഹൈ ജമ്പ് ആ ഒരു കറക്റ്റ് ഇത് പാസ്സാവില്ലായിരുന്നു. പക്ഷേ ടെസ്റ്റിൻ്റെ അന്ന് ഞാൻ ഫസ്റ്റത്തെ ഇതിൽ തന്നെ കവർ ചെയ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാം എക്സ്ട്രീമായി ചെയ്യിപ്പിക്കണത്. ടെസ്റ്റിൻ്റെ അന്ന് നമുക്ക് ഭയങ്കര ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇപ്പം ഞാൻ സാറിനോടും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനോടും നന്ദി പറയണതാണ്. താങ്ക് യു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നേക്ക് മുമ്പാണെങ്കിൽ ഞാനും അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ്. ഞാനും അച്ഛനും ഡെയിലി സ്റ്റേഡിയത്തിൽ പോകും, അങ്ങനെയൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ എന്നാലും ഒരു കോച്ചിൻ്റെ അണ്ടറിൽ ചെയ്യണ തന്നെ ബെറ്റർ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമുക്കറിയില്ലല്ലോ അതിൻ്റെ ഒരു നാക്കൊക്കെ. അങ്ങനെയാണ് ഇവിടെ ചേർന്നത്. വീട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഒരു കാരണവശാലും ഇങ്ങനെ ഫിസിക്കൽ സാധനം പഠിക്കാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പം എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് സെറ്റായി. പിന്നെ ട്രെയിനിങ്ങിൻ്റെ അന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 3 പേരുണ്ടായി. ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചായിരുന്നു. വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. ഇവിടെ നാപ്റ്റിൽ രാവിലെ 6 മണിക്കാണ്. അതേപോലെ സാധാ പോലെ വെളുപ്പിന് എണീറ്റ് ടെസ്റ്റിൻ്റെ അന്ന് പോയി. നമ്മുടെ ഇവിടെ നിന്നുള്ള 3 ഫ്രണ്ട്സ് ഉണ്ടായി. ഞങ്ങൾ ഒരുമിച്ച് തന്നെ വാമപ്പൊക്കെ ചെയ്ത് ഒരുമിച്ച് തന്നെ ചെയ്യണ പോലെ അങ്ങോട്ട് ചെയ്ത് ആദ്യത്തെ ഐറ്റംസ് തന്നെ പാസ്സാവാനും പറ്റി. എല്ലാവർക്കും നന്ദി പറയണം.